കാഴ്ചവട്ടത്തിൽ നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലെ ഒരു വലിയ പ്രത്യേകതയാണ്. വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഇടുക്കിയിലേക്ക് യാത്ര വരുന്ന വിനോദസഞ്ചാരികളുമുണ്ട്. ഞാനങ്ങനെ ആളാണ്. അങ്ങനെ യാത്ര വരുന്ന വിനോദസഞ്ചാരികളുടെ ഇടത്താവളമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള പെരിയ കനാൽ വെള്ളച്ചാട്ടം. ആ കാഴ്ചകളൊന്ന് കണ്ടുവരാം. നമ്മുടെ കാഴ്ചകൾ തേടിയുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ യാത്രക്കിടയിൽ ഒരു കാഴ്ച കണ്ട് നമ്മൾ നിർത്തിയതാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ചിന്നക്കനാൽ തിരിയുന്ന ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടം. ആ ഒരു വെള്ളച്ചാട്ടം ഇതിലെ വരുന്ന സഞ്ചാരികൾക്കെല്ലാം തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ്. നൂറുകണക്കിന് അടി ഉയരത്തിൽ നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇപ്പോൾ മഞ്ഞ് വന്ന് അങ്ങ് മൂടിയിരിക്കുകയാണ്. ഈ മഞ്ഞ് ഇപ്പോൾ തന്നെ മാറി വീണ്ടും ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ അതിമനോഹരമായി തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ. ഇത് പെരിയ കനാൽ വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അകലെ നിന്ന് ആസ്വദിക്കുമ്പോഴാണ് കൂടുതൽ ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു വളവിന് ഇപ്പുറത്താണ്, അവിടെയും ആളുകളുണ്ട്. എന്തായിരുന്നാലും നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഈ റോഡിൽ നിന്ന് ഈ വെള്ളച്ചാട്ടം കാണാവുന്ന പ്രദേശത്തൊക്കെ നമ്മോടൊപ്പം വിനോദസഞ്ചാരികളുണ്ട്. സർ, യുവർ ഗുഡ് നൈം പ്ലീസ്. Yeah, my name is Karthik. Are you from? And I'm from Mysore, Karnataka. So this place is very excellent actually. So this is the second time we are visiting, and especially during the monsoon and especially in the rainy season, when the fog is completely covered the waterfalls, it would be having a very excellent and landscape here. So I recommend everybody to visit this place once. Everyone can definitely enjoy this place a lot. അത്തരത്തിലാണ്. ഒരിക്കലെങ്കിലും ഈ സ്ഥലം കാണണം, അതിമനോഹരമായ ഈ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കണമെന്നാണ് സഞ്ചാരികളടക്കം പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന് അടുത്ത് നിന്നുള്ള കാഴ്ചകളിലേക്ക് കൂടി പോകാം. നമ്മൾ പറഞ്ഞ പോലെയാണ്, അകലെ നിന്നും അടുത്ത് നിന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ പെരിയ കനാൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും അപകടമില്ല. ഈ റോഡിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മനോഹാരിത ഏറ്റവും മുകളിൽ നിന്ന് ആസ്വദിച്ച് പോകാൻ തോന്നും. നമ്മുടെ കുറച്ച് ആളുകൾ, വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈ ആദ്യമായിട്ട് ആണോ ഇങ്ങോട്ട് വരുന്നത്? இது செகண்ட் டைம் எங்களுக்கு. லாஸ்ட் டைம் ரொம்ப ரெய்னியாக இருந்தது. இந்த வாட்டி கொஞ்சம் பரவாயில்ல, சுற்றி பார்க்கவும் நல்லா இருக்கு எங்களுக்கு. This is the first time, but new experience. Last time he said no. Last time in the raining season no, but this time no problem. Yes, very nice. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാണ് ഏറ്റവും ആനന്ദകരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത്. കാരണം മറ്റൊരിടത്തും ഇതുപോലെ കഴിയില്ല. നമ്മളിങ്ങനെ നിന്ന റോട്ടിൽ നിന്ന് തൊട്ട് മേളിൽ നിൽക്കുന്ന വെള്ളച്ചാട്ടം മൂന്നാറിൽ നിന്ന് പൂപ്പാറയിലേക്കോ കുമളിയിലേക്കോ പോകുമ്പോൾ ആ യാത്രാമധ്യേ നമുക്കിത് ആസ്വദിക്കാം. ഒരു ബോണസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് പെരിയ കനാൽ വാട്ടർഫാൾസ് എന്ന് പറയും. ഇന്നലെ വരുമ്പോഴേ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് വന്നത്. ഒരുപാട് ബ്ലോക്കുകളുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളിവിടെ എത്തി. ആയർ കൗണ്ടിയിലാണ് റൂം എടുത്തേക്കുന്നത്. വെള്ളച്ചാട്ടം ഞങ്ങളിപ്പം റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഓരോന്ന് കണ്ടുകൊണ്ട് പോകണതേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. കാഴ്ചയുടെ വിസ്മയലോകമായ ഇടുക്കിയിലെ മനോഹാരിത തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും എത്താം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്. ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.